വെൽക്കം ബാക്ക് ടു എജുവാല 2.0 +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കേണ്ട ഒരു 6 ചാപ്റ്റേഴ്സും ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണിത്. സെക്കൻഡ് പാർട്ട് നമ്മൾ വൈകാതെ ചെയ്യും. നമ്മൾ ആദ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു, നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എങ്ങനെ പഠിക്കണം, ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഇട്ടിരുന്നു. നമ്മൾ ബിസിനസ് സ്റ്റഡീസ് എക്സാമിന് മുന്നേ ആയിട്ടുള്ളത് ഈ സ്റ്റഡി ലീവ്സിൽ നിങ്ങൾക്ക് പകുതിയോളം കവർ ചെയ്യാനായിട്ട് സാധിക്കും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്. സോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാമിലെ 6 ചാപ്റ്റേഴ്സും അതിൽ നിന്ന് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ നോക്കാം. ദെൻ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ ഈ ടോപ്പിക്ക് അതായത് എക്സാക്ട് എന്താണോ അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എക്സ്പ്ലനേഷൻ കൊടുക്കാനും വലിച്ചു വാരി എഴുതാനും ഒന്നും പോവണ്ട. ഇപ്പോൾ സപ്പോർട്ട് എന്താണ് വോയിഡ് ക്യാരക്ടർ എന്ന് ചോദിച്ചാൽ ആ വോയിഡ് ക്യാരക്ടറിന് ജസ്റ്റ് ഒരു സെൻറ്റൻസ് അത്ര മതിയാവും. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചെടുക്കാനും വളരെയധികം എളുപ്പമാണ്, സമയം കുറച്ച് മതി. സോ ഏതൊക്കെയാണ് 6 ചാപ്റ്റേഴ്സ് നോക്കാം. അത്യാവശ്യം നല്ല വെയിറ്റ് ചില ചാപ്റ്റേഴ്സ് ആണ് ഈ 6 കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നിങ്ങൾ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ചാപ്റ്റർ 1 തന്നെയാണ്, റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്. 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് നമുക്ക് ആ ചാപ്റ്ററിൽ നിന്നുള്ളത്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് +1 കണ്ടിന്യൂഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്പീഡിൽ തന്നെ എല്ലാം വേഗം പഠിക്കാനായിട്ട് സാധിക്കും. എന്താണ് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് നമുക്ക് ചോദിക്കാറുണ്ട്. 3 മാർക്കിനെ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് യൂസ്ഡ് ഇൻ C++. ഏതെങ്കിലും 3 എണ്ണം 4 എണ്ണൊക്കെയാണ് നമ്മളോട് ചോദിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാം ഡാറ്റ ടൈപ്സുകൾ, ഏതെങ്കിലും ഒരു 2-3 ഡാറ്റ ടൈപ്സുകളും അതിൻ്റെ തന്നെ എങ്ങനെയാണ് അത് വന്നത്, ഓരോന്നിൻ്റെ ഒറ്റ സെൻറ്റൻസ് ആയാലും മതിയാവും കേട്ടോ. ഡാറ്റ ടൈപ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ പിന്നീട് ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാം. ഡാറ്റ ടൈപ്സിൻ്റെ കൂടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. ഇപ്പോൾ ഡാറ്റ ടൈപ്സ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ എഴുതാം, വോയിഡ് എഴുതാം, ചാർ എഴുതാം, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ എഴുതാം. നിങ്ങളത് എന്താണെന്ന് കൂടിയും പഠിക്കണേ. ദെൻ എക്സ്പ്രഷൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. എക്സ്പ്രഷൻസ് എന്ന് പറയുമ്പോൾ എക്സ്പ്രഷൻസും സ്റ്റേറ്റ്മെൻറ്റും ഏതെങ്കിലും ഒരു 3 എക്സ്പ്രഷൻസൊക്കെ നിങ്ങൾ പഠിക്കാം. അരിത്തമെറ്റിക്കൽ എക്സ്പ്രഷൻസ് ആവാം, ദെൻ റിലേഷണൽ എക്സ്പ്രഷൻസ്, ലോജിക്കൽ എക്സ്പ്രഷൻസ് കൊടുക്കാം. സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും അതിൻ്റെ സിൻടാക്സുകളാണ് കേട്ടോ എഴുതേണ്ടത്. സിൻടാക്സുകൾ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പിന്നെ എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, ദെൻ സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാമിംഗ് പഠിക്കുക. എന്താണ് അതിൻ്റെ സ്ട്രക്ചർ, നമ്മൾ +1 പഠിച്ചുള്ളത് തന്നെയാണ്. ദെൻ ഓപ്പറേറ്റേഴ്സ്, ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് നമുക്ക് C++ പ്രോഗ്രാമിൽ. ഇതൊക്കെ വേവേ നമുക്ക് പോകും അല്ലേ. ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്, നമുക്ക് യൂണറി ഓപ്പറേഷൻസ് ഉണ്ട്, ബൈനറി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ടെർണറി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അതൊക്കെ നോക്കുക. ദെൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റും ജമ്പ് സ്റ്റേറ്റ്മെൻറ്റും നിങ്ങൾ സെപ്പറേറ്റ് എന്താണെന്ന് പഠിച്ചിരിക്കണം, അതിൻ്റെ സ്ട്രക്ചറും പഠിച്ചിരിക്കണം. അതായത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റും ചിലപ്പോൾ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. ദെൻ ഫോർ ലൂപ്പ് എന്താണ്, ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു C++ൽ നിന്ന് കേട്ടോ. ദെൻ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫങ്ഷൻസ് ആണ് വരുന്നത്. C++ തന്നെയാണ് നമ്മുടെ ടോപ്പിക്ക്, ഫങ്ഷൻസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ C++ പ്രോഗ്രാമിംഗ്. ഓക്കെ, അതിൽ 3rd ചാപ്റ്റർ ആണ്, സെക്കൻഡ് ചാപ്റ്റർ അല്ല. സെക്കൻഡ് ചാപ്റ്റർ അറേ ആണ് കേട്ടോ. അറേസിൽ നിന്ന് നമ്മൾ അധികം എടുക്കുന്നില്ല, കാരണം 4 മാർക്കിൻ്റെ വെയിറ്റേജ് നമുക്ക് അവിടെ നിന്ന് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് അറേക്ക് പുറമെ 3ാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, 3ാമത്തെ ചാപ്റ്റർ ആദ്യം പഠിക്കുക, ഫങ്ഷൻസ്. അതിൽ മോഡുലർ പ്രോഗ്രാമിംഗ് എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ ആദ്യം. ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഏതൊക്കെയാണ് ആദ്യം പഠിക്കുക. അതായത് കൺസോൾ ഫങ്ഷൻസ് ഫോർ ക്യാരക്ടർ ഉണ്ട്, തന്നെ അതിൽ ഗെറ്റാർ ഉണ്ട്, പുച്ചാർ ഉണ്ട്, അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾ പഠിക്കണം കേട്ടോ. സ്ട്രീം ഫങ്ഷൻ ഉണ്ട്, ദെൻ സ്ട്രിങ് ഫംഗ്ഷൻ ഉണ്ട്. ഏതെങ്കിലും 3 ബിൽഡിംഗ് ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. സ്ട്രിങ് ഫംഗ്ഷൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കാം. സ്ട്രിങ് ഫംഗ്ഷൻസിൻ്റെ ഇത് പഠിക്കണം, അതായത് സിൻടാക്സ് ഇല്ലേ, ഇൻഡസ്റ്റർലിൻ ബ്രാക്കറ്റിൽ സ്ട്രിങ് എന്നൊക്കെ എഴുതിയിട്ടുള്ളത് അത് പഠിക്കണം. ദെൻ മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻസ് ഈ പാഠം ഫംഗ്ഷൻസിൻ്റെ മാത്രമാണ്. മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻസിൽ ABS, സ്പാർട്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. ആബ്സല്യൂട്ട് നമ്പർ കിട്ടാനുള്ളതും അതുപോലെ തന്നെ സ്ക്വയർ റൂട്ട് കിട്ടാനുള്ളതും അതുപോലെ തന്നെ പവർ ഓഫ് നമ്പർ കിട്ടാനുള്ളതാണ്. അതിൻ്റെ ഒക്കെ ഷോർട്ടാണ്. ഇപ്പോൾ ആബ്സല്യൂട്ട് നമ്പർ കിട്ടാൻ ABS, സ്ക്വയർ റൂട്ട് കിട്ടാനായിട്ട് SQRT, ദെൻ പവർ ഓഫ് എ നമ്പർ കിട്ടാൻ വേണ്ടി കണ്ടോ. ഇതാണ് 3 മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻസ്. അതിൻ്റെ സിൻടാക്സ് പഠിക്കുക. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ABS എന്നിട്ടാൽ യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ആബ്സല്യൂട്ട് നമ്പർ. ഓക്കെ, അങ്ങനെ വേണം പഠിക്കാനായിട്ട്. ദെൻ കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റഫ് മെത്തേഡും നമ്മളുടെ ഡിഫറൻസ് പഠിച്ചിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ചോദിക്കാറുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. കോൾ ബൈ വാല്യൂ എന്ന് വെച്ചാൽ എന്താ, ഓർഡിനറി വേരിയബിൾസ് ആണ്, ഫോർമൽ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. മറ്റേത് റെഫറൻസ് വേരിയബിൾ എന്ന് വെച്ചാൽ ഫോർമൽ പാരാമീറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദെൻ കോൾ ബൈ വാല്യൂ എന്ന് വെച്ചാൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് എക്സ്ക്ലൂസീവ് മെമ്മറി ഉണ്ടായിരിക്കും. പിന്നെ ഫോർമൽ ആർഗ്യുമെൻറ്റിന് നമ്മളത്
റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 3 പോയിന്റുകൾ പഠിക്കുക കേട്ടോ. ദെൻ ക്യാരക്ടർ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. അത് ലാസ്റ്റ് ഒന്ന് നമുക്ക് ഇതിൽ നോക്കിയാൽ മതിയാവും, നല്ല എളുപ്പമുള്ളതാണ്. ക്യാരക്ടർ ഫങ്ഷൻസ് നമ്മൾ ഫസ്റ്റ് 3 തരം ഫങ്ഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് പറഞ്ഞു 3 എണ്ണം, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. ദെൻ ക്യാരക്ടർ ഫങ്ഷൻസ് ഇതേപോലെ തന്നെ അപ്പർ കീസ് വരാനുള്ളതുണ്ട്, ലോവർ കീസ് വരാനുള്ളതുണ്ട് അല്ലേ. അപ്പർ കേസ് വരാനുള്ളത് നമ്മൾ അപ്പർ ഐസ് അപ്പർ എന്ന് എഴുതും, ലോവർ കേസ് ആണെങ്കിൽ ഐസ് ലോവർ എന്ന് എഴുതും. ദെൻ ആൽഫബറ്റ്സ് വേണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് ഐസ് ആൽഫ. കണ്ടോ, ഇതേപോലെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പഠിച്ചാൽ മതിയാവും. ഓക്കെ, ഇത്രയാണ് നമ്മൾ അവിടെ പഠിക്കാനായിട്ടുള്ളത്. സെക്കൻഡ് ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. തേർഡ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ അല്ല, തേർഡ് ചാപ്റ്റർ. ദെൻ അടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് വെബ് ടെക്നോളജിയുടെ പാടാണ്. അവിടെ 10 മാർക്കിൻ്റെ വെയിറ്റേജ് തന്നെയാണ് നമുക്ക് അവിടെയും ചോദിക്കുന്നത്. 4ാമത്തെ ചാപ്റ്ററാണ് പിന്നീട് പഠിക്കുന്നത് വെബ് ടെക്നോളജി. അവിടെ നിങ്ങൾ ആദ്യം കുറച്ച് ടോപ്പിക്കുകൾ മിസ് ഓർഡർ വൈസിലല്ല എഴുതിയിരിക്കുന്നത്. സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും നമ്മൾ ഡിഫറൻസ് പഠിക്കണം. ദെൻ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും നമ്മൾ ഡിഫറൻസ് പഠിക്കണം. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് അറിയണം. ദെൻ CSS എന്താണെന്ന് നമുക്ക് ഫുൾ ഫോം ആണ്. ഇപ്പോൾ സ്റ്റാറ്റിക്കും വെബ് പേജസും ഡൈനാമിക് വെബ് പേജും പഠിക്കുമ്പോൾ അവിടെ 3 പോയിൻ്റൊക്കെ മതി കേട്ടോ. 3 മാർക്കിനാണ് വരാറ്. സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുമ്പോൾ കണ്ടൻറ്റൊക്കെ ഓൾറെഡി ഫിക്സ്ഡ് ആയിരിക്കും, കണ്ടൻറ്റും ലേഔട്ടൊക്കെ ഫിക്സ്ഡ് ആയിരിക്കും സ്റ്റാറ്റിക് വെബ് പേജിൽ. ഡൈനാമിക്കിൽ ഫിക്സ്ഡ് ആയിരിക്കില്ല. ദെൻ ഇവിടെ ഡാറ്റാബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, അവിടെ ഡാറ്റാബേസ് യൂസ് ചെയ്യാം. ഡയറക്റ്റ്ലി ബ്രൗസറിൽ നിന്നാണ് വേണ്ടത്. ഇത് സെർവറിലേക്കാണ് പോകുന്നത്. ഇത് ഡെവലപ്പ് ചെയ്യാൻ ഈസിയാണ്. ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറച്ച് പ്രോഗ്രാമിംഗ് സ്കില്ലൊക്കെ വേണം. ഡിഫറൻസ് പഠിക്കാം. ദെൻ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും പഠിക്കാം. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താണ്? എക്സിക്യൂട്ടീവ് ക്ലയൻറ്റ് ബ്രൗസറാണ്, ഇവർ എക്സിക്യൂട്ടീവ് വെബ് ബ്രൗസറാണ്. സെർവർ സൈഡുകാർ വെബ് ബ്രൗസറിലാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ ക്ലയൻറ്റ് സൈഡിൽ നമുക്ക് എന്താണ് വാലിഡേഷനും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഡാറ്റാബേസ് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇത് യൂസറിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, ഇവിടെ യൂസറിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ദെൻ ഇത് ഇൻഡിപെൻഡൻറ്റ് ബ്രൗസറാണ്, ഇത് ഡിപ്പെൻഡൻ്റ് അല്ല. അങ്ങനെയുള്ള ഒരു 3 ഡിഫറൻസ് പഠിക്കാം. ദെൻ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും എഴുതാം. ജാവാ സ്ക്രിപ്റ്റ് എഴുതാം, അജാക്സ് എഴുതാം, ദെൻ VB സ്ക്രിപ്റ്റ് എഴുതാം, PHP എഴുതാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഒരു 3 എണ്ണൊക്കെ വരാറുള്ള ഒരു 2-3 സെൻറ്റൻസ് അതിൻ്റെ സ്റ്റാൻഡ്സ് ഫോർ എഴുതണം. ഇപ്പോൾ ജാവാ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് കേട്ടോ. ദെൻ ഇത് എവരി വെബ് ബ്രൗസറിൽ വർക്ക് ചെയ്യും. പിന്നെ എക്സ്റ്റൻഷൻസ് ജോട്ട്, JS അങ്ങനെയൊക്കെ മതി. അജാക്സ് എന്ന് പറയുമ്പോൾ എസിൻക്രോണസ് ജാവാ സ്ക്രിപ്റ്റ് ആൻഡ് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്, XML ഫുൾ ഫോം അവിടെ എഴുതി വെക്കണം. ദെൻ XML ആണ് അത് വരുന്നത്. ദെൻ VB സ്ക്രിപ്റ്റ് എന്താ? വിഷ്വൽ ബേസിക് ആണ്. ദെൻ PHP എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് പ്രോസസ്സറാണ്. അങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ മതി. 2-3 മാർക്സിന് ചോദിച്ചാൽ അത്ര മതിയാവും കേട്ടോ. ദെൻ CSS എന്താണെന്ന് പഠിക്കുക. CSS എന്ന് പറഞ്ഞാൽ കാസ്കാഡിങ് സ്റ്റൈൽ ഷീറ്റ്സ് ആണ്. അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. കാസ്കാഡിങ് സ്റ്റൈലിംഗ് ഷീറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് വെബ് പേജസിൽ സ്റ്റൈലുകൾ ഡിഫൈൻ ചെയ്യാനാണ്. ഓരോ വെബ് പേജിൽ കളറ്, ടെക്സ്റ്റ്, ഫോണ്ട്, ബാക്ക്ഗ്രൗണ്ട്, ഇമേജസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ CSS ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ലാംഗ്വേജ് തന്നെയാണ് കേട്ടോ. കാസ്കാഡ് സ്റ്റൈലിംഗ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് ആണ്. ഒരു സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് ആണ് നമ്മളതിന് യൂസ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നോക്കി വെക്കുക. എന്താണ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഓരോ ടാഗിനും. പിന്നെ എല്ലാ വെബ് പേജസിലും യൂസ് ചെയ്യാം. വെബ് പേജസ് റിഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. മോർ മെയിൻ്റനൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. CSS എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയില്ല, കാസ്കാഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്ന് ചോദിച്ചാലാണ് ചിലപ്പോൾ നിങ്ങൾക്കറിയാം. ദെൻ സ്ട്രക്ചർ ഓഫ് HTML ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. HTML ടാഗ് ഓപ്പൺ ചെയ്യുന്നു, ഹെഡ്, ബോഡി, ടൈറ്റിൽ. HTML ഹെഡ്, ടൈറ്റിൽ, ദെൻ ബോഡി. അത് ബോഡി ഹെഡ് ക്ലോസ് ചെയ്യാൻ മറക്കരുത്, ക്ലോസിങ് ടാഗ് ഇടണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഏതിൽ നമ്മൾ HTML ടാഗിൻ്റെ ഇതിൽ. ദെൻ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കുക. ഏതെങ്കിലും ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ നമുക്കൊരു 3 എണ്ണൊക്കെയാണ്. കോമൺ ടാഗുകളും നമ്മൾ നോക്കണം കേട്ടോ. ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഫോർമാറ്റിംഗ് ടാഗുകൾ നമുക്ക് ബോൾഡ് ആക്കാനുള്ള ടാഗ് ഉണ്ട്, ദെൻ ഇറ്റാലിക് ഉണ്ട്, അണ്ടർലൈൻ കൊടുക്കാം, ബിഗ് ആക്കാം, സ്മോൾ ആക്കാം. അതിനുള്ളതൊക്കെ ടാഗുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിൽ നല്ലപോലെ പഠിക്കേണ്ടത് ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ഡിഫറൻസുകളൊക്കെ നമുക്ക് ഇന്നൊക്കെ തന്നെയാണ് നമുക്ക് ചോദിക്കാറ് കേട്ടോ, വെബ് പേജസ്. ഓക്കെ. ദെൻ പിന്നീട് നമ്മൾ പഠിക്കേണ്ടത് ചാപ്റ്റർ നമ്പർ 5 ആണ്. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. 8 മാർക്കിൻ്റെ പ്രോബ്ലമാണ്. 8 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് നമുക്കവിടെ ഉള്ളത്. ഏതെങ്കിലും 3 ലിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത് ഇനി HTML പഠിക്കുക. ഇനി 3 ലിസ്റ്റുകൾ, ഓർഡർ ലിസ്റ്റ്, അൺഓർഡർ ലിസ്റ്റ് ഉണ്ട്, ദെൻ ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ട്. 3 ലിസ്റ്റുകളെ കുറിച്ച് പഠിക്കുക. URL എന്താണ്? യുണൈറ്റഡ് റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. അതിനെക്കുറിച്ച് പഠിക്കുക. അതിൽ നമുക്ക് ഗ്രാഫിക്കൽ ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് 2-3 സെൻറ്റൻസ് പഠിച്ചാൽ മതി.
എങ്ങനെയാണ് ടേബിൾ ടാഗുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടേബിൾ ടാഗുകൾ ഇൻ HTML ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേബിൾ ടാഗ് ഉണ്ട്, TR ഉണ്ട്, TH ഉണ്ട്, TD ഉണ്ട്, ക്യാപ്ഷൻ ഉണ്ട്, അതൊക്കെ നമുക്കറിയാം. അതൊക്കെ നിങ്ങൾ അതുപോലെ പഠിക്കാം. ദെൻ ഫോംസ് ഇൻ വെബ് പേജ് ടാഗുകൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോംസുകൾ ഏതൊക്കെയാണ്. ദെൻ ഫ്രെയിം ടാഗിനെ കുറിച്ചിട്ട് കുറച്ച് ഫ്രെയിം ടാഗുകൾ, ഫ്രെയിം സെറ്റ്, ഫ്രെയിം, നോട്ട് ഫ്രെയിം, അതൊക്കെ പഠിക്കാം. ദെൻ ഫ്രോം ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് പഠിക്കുക. അതുപോലെ തന്നെ ഇൻപുട്ട് ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് പഠിക്കുക. ചോദിക്കാറുണ്ട് ഏതെങ്കിലും 3 അങ്ങനെയൊക്കെയാണ് നമുക്ക് ചോദിക്കുക. കാരണം 3 മാർക്കിൻ്റെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും 3 മാർക്കിൻ്റെയാണ് ചോദിക്കുക. ദെൻ ഈ URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ നിങ്ങൾ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ലിങ്ക് കൊടുക്കാനായിട്ട് 2 ടൈപ്പ് ഓഫ് ലിങ്കുകളുണ്ട് അല്ലേ. 2 ടൈപ്സ് ഓഫ് ലിങ്കിങ് ഉണ്ട്. അതായത് ഇൻറ്റേർണൽ ലിങ്കിങ്ങും ഉണ്ട്, എക്സ്റ്റേണൽ ലിങ്കിങ്ങും ഉണ്ട്. അതൊന്നും നമ്മളവിടെ എഴുതി വെക്കണം കേട്ടോ. അത്രയാണ് നമ്മൾ ഈ 5ാം പാഠത്തിൽ നിന്ന് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഇത്രയാണ്. ദെൻ നിങ്ങളടുത്ത സെക്ഷനായിട്ട് പഠിക്കേണ്ട ടോപ്പിക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം പാഠമാണ്. അവിടെ നമുക്ക് 10 മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് 10ഉം 8ഉം 8 മുതൽ 10 വരെ വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സ് 6 നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 8ാം പാഠത്തിൽ നമ്മൾ ആദ്യം DBMSനെ കുറിച്ച് പഠിക്കുക. DBMS എന്താണ്, കൺസെപ്റ്റ്, നീഡ്, അഡ്വാൻറ്റേജസ് ഒക്കെ പഠിക്കണം. 3 മാർക്കിന് ചിലപ്പോൾ വരാം. DBMSൻ്റെ ഫുൾ ഫോം പഠിക്കുക. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്, സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. അത് സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും, മാനേജ്മെൻറ്റിൽ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ നീഡ് പഠിക്കുക. അഡ്വാൻറ്റേജസ് എന്താ, കൺട്രോൾ, ഡാറ്റ ഡെൻസിറ്റി കൺട്രോൾ ചെയ്യാം, ഡാറ്റ ആക്സസിന് എഫിഷ്യൻ്റ് ആണ്, ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കും, അതൊക്കെ നമ്മൾ നോക്കുക. സെക്യൂരിറ്റി ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്താണെന്ന് സെപ്പറേറ്റ് നോക്കണം. ഡാറ്റ ഇൻഡിപെൻഡൻസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വരാറുണ്ട്. എന്താണ് ഡാറ്റ ഇൻഡിപെൻഡൻസ്? അതുപോലെ ഡാറ്റ റിഡക്ഷൻസ്. ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചാൽ ഒരു മോഡിഫൈ ചെയ്യാനായിട്ട്, ഒരു സ്കീം ഓഫ് ഡെഫിനിഷനെ മോഡിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. 2 ലെവലുണ്ട്. ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ഉണ്ട്, ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ഉണ്ട്, അത് മറക്കരുത്. ദെൻ RDBMSൻ്റെ ടെർമിനോളജീസ് നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ് RDBMS എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ റിലേഷണൽ ഡാറ്റ മോഡലാണ്, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ്. അതിൽ പോപ്പുലർ റിലേഷണൽ RDBMS ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. MySQL, അതുപോലെ തന്നെ ഇൻഫോമിക്സ്, കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളവിടെ പഠിക്കാം. ദെൻ ഒറാക്കിളൊക്കെ RDBMS തന്നെയാണ്. ദെൻ റിലേഷണൽ ആൽജിബ്രയിലെ ഓപ്പറേഷൻസ് ഏതെങ്കിലും 3 റിലേഷണൽ ഓപ്പറേഷൻ ടെർമിനോളജീസ് നോക്കണം. ടെർമിനോളജീസ് എന്ന് പറയുമ്പോൾ എൻറ്റിറ്റി, റിലേഷൻ, ടുപ്പിൾ, ആട്രിബ്യൂട്ട്സ്, ഡിഗ്രി, കാർഡിനാലിറ്റി, ഡൊമൈൻ സ്കീമൊക്കെ വരും. ദെൻ പിന്നീട് നമ്മൾ പഠിക്കേണ്ടത് റിലേഷണൽ ആൽജിബ്രയിലെ ഏതെങ്കിലും ഓപ്പറേഷൻസ് ആണ്. ഏതെങ്കിലും 3 ഓപ്പറേഷൻസും പഠിക്കണം. അതുപോലെ തന്നെ കീസ് യൂസ്ഡ് ഇൻ RDBMS. കീസ് നമ്മൾ പഠിക്കണം, ഓപ്പറേഷൻസ് നമ്മൾ പഠിക്കണം. കീസ് എന്ന് പറയുമ്പോൾ പ്രൈമറി കീ ഉണ്ട്, ഫോറിൻ കീ ഉണ്ട്, ദെൻ ആൾട്ടർനേറ്റ് കീ ഉണ്ട്. ദെൻ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ RDBMS യൂസ് ചെയ്യുന്ന കുറച്ച് ഓപ്പറേഷൻസ് ആണ് നമ്മളവിടെ നോക്കേണ്ടത് കേട്ടോ. അതായത് നമുക്ക് പറയുകയാണെങ്കിൽ സെലക്ട് ഓപ്പറേഷൻസ് ഉണ്ട്. ദെൻ അതേപോലെ എന്താണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ, സെലക്ട് ഉണ്ട്, ദെൻ പ്രൊജക്റ്റ് ഓപ്പറേഷൻ ഉണ്ട്. ഏതെങ്കിലും 2 അതിൻ്റെ സിൻറ്റാക്സ് എന്നൊരു രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ പിന്നീട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 2-3 മാർക്സിന് ചോദിക്കാറുള്ളതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓപ്പറേഷൻ. എന്താണെന്ന് സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. എന്താണ് കാർട്ടീഷ്യൻ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ റിലേഷൻ, ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ടുപ്പിൾസ് ഫ്രം 2 റിലേഷൻ. 2 റിലേഷനിലെ എല്ലാ പോസിബിൾ കോമ്പിനേഷനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ എന്ന് പറയുക. അതിൻ്റെ റിലേഷനാണ് അത് റിട്ടേൺ ചെയ്യാം. അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫസ്റ്റ് റിലേഷനും സെക്കൻഡ് റിലേഷനും തമ്മിലുള്ള അതിൻ്റെ ആഡ് ചെയ്തതായിരിക്കും. പിന്നെ ഇത് ഡിനോട്ട് ചെയ്യുന്നത് എക്സ് വെച്ചിട്ടാണ്, അതായത് ക്രോസ് സെക്ഷൻ ആണ്. ഇതിനെ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് നമ്മൾ വിളിക്കും. ക്രോസ് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ പ്രൊഡക്റ്റ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾ 8ാം ചാപ്റ്ററിൽ നിന്ന് 10 മാർക്കിന് നല്ല രീതിയിൽ പഠിക്കണം. നമുക്ക് 3 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ പിന്നീട് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ 9th ചാപ്റ്ററാണ്, SQL ആണ്. നമുക്കവിടെ 8 മാർക്കിൻ്റെ വെയിറ്റേജ് തന്നെയാണ് നമുക്കവിടെ വരുന്നത്. SQL എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, കമ്പോണൻസ് പഠിക്കുക. നമ്മളിപ്പോഴും പറയാറുള്ള പോലെ SQL എന്താണ്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ്. ഇതെന്ന് പറയുന്നത് മാനേജ് ചെയ്യുന്നത് RDBMS മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. ദെൻ ഇതിൻ്റെ ഫീച്ചേഴ്സും കമ്പോണൻസും നോക്കുക. ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, സിമ്പിളാണ്, ഫ്ലെക്സിബിൾ ആണ്, പവർഫുൾ ആണ്. ദെൻ ഇതിന് നല്ല വ്യൂസ് കൺസെപ്റ്റ് ഉണ്ട്. അത് കമ്പോണൻസ് എന്ന് പറയുമ്പോൾ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് DML, DDL അതുപോലെ DCL ആണ്. നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ. DML കമൻസുകൾ കേട്ടോ.
കമ്പോണൻസിന് നമ്മൾ കമൻസുകൾ എന്ന് പറയാം. ദെൻ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ്, അതിൻ്റെയൊക്കെ ഫുൾ ഫോമുകൾ അറിഞ്ഞിരിക്കണം. ദെൻ ഡാറ്റ ടൈപ്സ് ഇൻ USL, എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്, ഇത് മൂന്നും നല്ല രീതിയിൽ പഠിക്കാം. ഇതിലെ ഡാറ്റാബേസുകൾ എന്ന് പറയുമ്പോൾ ഷോർട്ട് ഡാറ്റാബേസ് ഉണ്ട്, ഓപ്പണിംഗ് ഡാറ്റാബേസ് ഉണ്ട്, ഇതിൽ 2-3 ഡാറ്റാബേസ്, ന്യൂമറിക് ഡാറ്റാബേസ് ഉണ്ട്, ഡെസിമൽ ആയിട്ടുണ്ട്, സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ഉണ്ട്, ചാർ ഉണ്ട്, വാർചാർ ഉണ്ട്, ഡേറ്റ് ഉണ്ട്, ടൈം ഉണ്ട്, ഏത് വേണമെങ്കിലും. ദെൻ SQL കമൻസുകളും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ദെൻ ഫംഗ്ഷൻസ് നോക്കണം, ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ സിൻഡെക്സ് പഠിക്കുക. ഓക്കെ, അതിൻ്റെ സിൻഡെക്സ് ഒന്ന് പഠിക്കുക കേട്ടോ. SQL എങ്ങനെയാണ് സിൻഡെക്സ് പഠിക്കുക, കോളം കൺസ്ട്രെയിനും നോട്ട് നള്ളും ഓട്ടോ ഇൻക്രീറ്റും എല്ലാം നമ്മൾ നോക്കണം. ദെൻ പിന്നീട് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ഇൻ SQL, നമ്മൾ SQL യൂസ് ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസുകളുണ്ട്, ആ ഫങ്ഷൻസുകളും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കും. ഒരു 3 നമ്മൾ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് കേട്ടോ. SQL എങ്ങനെയാണ് ഫങ്ഷൻസ്, അഗ്രിഗേറ്റ് ഫങ്ഷൻസുകൾ, അതായത് ഇപ്പോൾ സം ഉണ്ട്, ഏവറേജ് ഉണ്ട്, പിന്നെ എന്താ മാക്സ് ഉണ്ടെന്ന് തോന്നുന്നു, ദെൻ മിന്ന്, അങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ പഠിച്ചിരിക്കണം, 3 പഠിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ 6 പാഠങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ 6 പാഠങ്ങളിൽ നിന്ന് പഠിച്ചാൽ തന്നെ അത്യാവശ്യം നമുക്കൊരു 50% മാർക്കൊക്കെ, 50-40% മാർക്കൊക്കെ എങ്ങനെയും 40 അല്ല 60% മാർക്കൊക്കെ നമുക്ക് എങ്ങനെയും ഒപ്പിക്കാം. കാരണം ഇതിൽ നിന്നാണ് കൂടുതലും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അപ്പോൾ ഈ പാഠം നിങ്ങൾ ആദ്യം 6 പഠിക്കാം. ദെൻ പിന്നീട് നമ്മൾ ബാക്കിയുള്ള 4 പാഠങ്ങളിൽ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യും. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ദെൻ ഒരു PDF വെച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് പറഞ്ഞു തരുന്നുണ്ട്, ഓൾ അബൌട്ട് എല്ലാം ഇതിലുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാ പാഠം ഒന്ന് ചെറുതായിട്ടൊരു എന്താ പറയുക ചുരുക്കിയിട്ട്. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പിന്നാലെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും മറക്കരുത്. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.